ആ ബായ് പണിക്ക് പോവായിരിക്കും. അതെ ചേട്ടാ. ആ ചെല്ലു ചെല്ലു. ഇതിനൊക്കെ ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും. ചേട്ടാ ഡോർ തുറന്നു. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. ഇവിടാണോ? നീ ഇപ്പൊ വാക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ, നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയോ. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് കഴിയും. പൊടാ പട്ടി. അതൊക്കെ വെറുപ്പാണ്. ജബ്ബാറെ, അവൻ അവിടെ ഇറങ്ങിയിട്ട് കൊറേ നേരമായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം നരിച്ചു പറിക്കാലോ. ഈ വണ്ടിയായിട്ടാ? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? ഇടക്കൊന്നും തള്ളണം. ഈ തള്ളല്ല കുഴപ്പം, തന്റെ ഭാഗത്തുള്ള നിർത്ത്. മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് പോലീസും ഉണ്ട്. എന്നാ നമ്മൾ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവൻ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും ഒരൊറ്റൊരുത്തരാണ് ഇവരെ ചീത്തയാക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്ക്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയ ഇല്ല. ഹലോ മോട്ടോ. എങ്ങോട്ടാ? ആരെ കാണാനേ? നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ കാണാൻ വേണ്ടി വന്നാ. റൂം നമ്പർ 202 ഓൻ രാവിലെ പോയല്ലോ. പോയോ? എപ്പോ? ഒരു 3/4 മണിക്കൂർ വന്നിട്ടുണ്ടാവും. എങ്ങടെ പോയെന്നറിയോ? അതെനിക്കറിയില്ല. എന്തേ? എടാ, ആളിവിടെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോയെന്നറിയാവോ? എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അടയാളമുണ്ടോ അതിന്റെ? അത് 25 വയസ്സ് പ്രായം തോന്നും. തന്റെ ഒക്കെ പൊക്കം ഉണ്ടാവും. വെളുത്തിട്ടാ, ചെറുതായിട്ട് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ചാരക്കളർ ഷർട്ടും ചുമല വേഗമായിട്ട്. ആ സാബുവിന്റെ കൂടെ കൊറിയർ ഓഫീസിൽ ഉണ്ടായിരുന്ന ജോലി കളയുണ്ടായിരുന്നു മോനെ. ഞാൻ എങ്ങനെ ഈ കുടുംബം നോക്കണെന്ന് മോനറിയാലോ. അമ്മ, ഞാനൊരു എഞ്ചിനീയർ ആണമ്മ. ദിവസം മുഴുവനും ഫ്ലാറ്റുകൾ കയറി ഇറങ്ങി, കാല് മുഴുവനും നീരാ, നടക്കാൻ പോലും വയ്യാണ്ടായി. ഒരു പെണ്ണാണെങ്കിൽ കെട്ടിച്ചു വിടാനുള്ള പ്രായമായി. അമ്മ, ഭക്ഷണം കഴിക്കുന്ന നേരത്തിൽ ഉമ്മാക്കൊന്നും മിണ്ടാതിരുന്നു. വീട്ടിൽ നാട്ടിൽ ഇപ്പൊ മനസമാധാനം ഇല്ലാണ്ടായി. ഈ കൂലിപ്പണി ചെയ്യാൻ വേണ്ടിയല്ലേ ഞാനിത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്. കൊറിയർ ഓഫീസിൽ ജോലി ഞാൻ എന്ന് കെട്ടിക്കാനാണ് ഇവിടെ. ഒരു നല്ല ജോലി കിട്ടട്ടെ, അപ്പാലോചിക്ക കല്യാണം. അല്ല ഭക്ഷണം കഴിക്കണം.